പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഒരു ചെറിയ കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് അവതരിപ്പിക്കാം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് ഈ നളചരിതം ആട്ടക്കഥ രണ്ടാം ഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടായിരിക്കും, ഓർമ്മയിൽ ഉണ്ടായിരിക്കും എല്ലാം ഉള്ളത്. എന്നാലും ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഭാഗം എന്നുള്ള ഇത് വെച്ച് അങ്ങ് പറയുക. അപ്പോൾ ഇതിനകത്ത് അപാകതകളൊക്കെ വരും, അതൊക്കെ അത് ക്ഷമിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരണം, കമൻ്റായിട്ട് അയക്കണം. അപ്പോൾ എന്നാ വെച്ചാൽ ഇത് ഈ നളചരിതം ആട്ടക്കഥ രണ്ടാം ഭാഗത്തിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ദമയന്തി സ്വയംവരത്തിന് വേണ്ടിയിട്ട് കലി പോകുന്ന ഒരു ഭാഗമാണ്. അപ്പം കലി എന്ന് പറയുന്ന വ്യക്തി ഈ നളനുമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ശത്രുതയിലാണ്. കാരണം അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് ഇന്ദ്രനെ കാണുവാണ്. ഇന്ദ്രൻ ചോദിക്കും, കലിയോട് ചോദിക്കും, എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ ദമയന്തി സ്വയംവരത്തിന് പോവുകയാണ്. അപ്പോൾ പുള്ളി അത് പറയുന്ന അതിൻ്റെ അകത്തെ നളചരിതം ആട്ടക്കഥയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഭൂമിതലുണ്ട് ഭീമസുത എന്നൊരു കാമിനീ ഗമനലോചന, കാമിനീയകത്തിന് ധാമം പോൽ അവൾ തൻ നാമം കേട്ടു ദമയന്തി പോൽ യാമി ഞാൻ അവളെ ആനയിപ്പതിന് സ്വാമി അതിന് വിട തന്നിടണം എന്ന് പുള്ളിയോട് പറയാം. ഉള്ളത് നേരത്തെ പോകാൻ വേണ്ടിയിട്ട് പുള്ളി ഒഴിവാക്കി പോകാനാണ്. അന്നേരം ഇന്ദ്രൻ പറയും, പ്ലീസ് വെയിറ്റ് എന്ന് പുള്ളി പറയും. അപ്പം അതിനു മുമ്പേ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കാമക്രോധ ലോകമോഹ സൈന്യമുണ്ട് താമസിക്കരുത്, ജഗതധികൃതേ കൃതരതേ രകം പ്രതികരിഷ്യാമി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും പുള്ളി പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പാദസാനിധിയം വാർന്നു കഴിഞ്ഞാലോ സേതു ബന്ധിരോഗോദ്യോഗം എന്തടോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞിട്ട് ചിറ കെട്ടിയിട്ട് വല്ലതും കാര്യമുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി അന്തം വിട്ടു പോകും. അപ്പോൾ പുള്ളി ചോദിക്കും, എന്തേ ചോദിക്കും. അതെന്ന് പറഞ്ഞാൽ സ്വയംവരമൊക്കെ കഴിഞ്ഞിട്ട് നേരം കുറേ ആയി, ഇനി ഇയാൾ പോയിട്ട് തന്നെ കാര്യം നീ. അങ്ങനെ വീണ്ടും കലിക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര ഇത് ഒരുപാട് നളനിലേക്ക്. അപ്പം നളനിലേക്കുള്ള ദേഷ്യം മെയിനായിട്ട് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. അവിടം തൊട്ടാണ് നളചരിതം ആട്ടക്കഥയിലെ കുറേ ഭാഗങ്ങൾ, സീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നളൻ രാജ്യഭരണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പം പുള്ളിയെ ചൂത് കളിക്കാൻ വിളിക്കുകയും പുള്ളിയുടെ അനിയൻ പുഷ്കരൻ എന്ന് പറയുന്ന വ്യക്തി, കാരണം രാജ്യഭരണം പുള്ളിയിൽ നിന്നും പിടിച്ചെടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള ആ പുഷ്കരനുമായിട്ട് കലി കൂടി ഇയാളെ തറ പറ്റിക്കാനുള്ള ഒത്തിരി നടപടികളൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊക്കെ കഥകളിൽ പിന്നെ വരുന്ന ഭാഗങ്ങളാണ്. എങ്കിൽ പോലും ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി തിരിച്ചുപോയി. അപ്പം ശരിക്കും അവിടെ ഈ സ്വയംവരം നടക്കുന്നിടത്ത് അവിടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഈ കലിയുടെ ഇതുകൊണ്ട് നളൻ 5 നളനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. 5 പേര് നളൻ്റെ ഒരേ വേഷത്തിൽ 5 പേരുണ്ട്. എന്നിട്ടും ദമയന്തിക്ക് കണ്ടുപിടിക്കാൻ പറ്റി, സ്വയംവരം നടത്തി. അപ്പോൾ എന്നു വെച്ചാൽ ഈ യഥാർത്ഥത്തിലുള്ള നളൻ്റെ തലയിൽ അന്ന് ഇവരൊക്കെ പൂ ചൂടും. അപ്പോൾ തലയിൽ പൂ ചൂടിയേക്കുന്നത് നളൻ്റെ തലയിലെ പൂ മാത്രം വാടുകയില്ല, ബാക്കിയുള്ളവരുടെ എല്ലാം വാടി. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് തിരിച്ചറിയാൻ പറ്റി, പുള്ളിയെ സ്വയംവരം ചെയ്തു. അതാണ് കഥ. അപ്പം ഇത് എല്ലാം പുരാണമാണ്, ഇത് എല്ലാം സാങ്കല്പിക കഥകളാണ്. അപ്പം ഇത് അന്നത്തെ കാലത്ത് എഴുതിയുണ്ടാക്കിയ ആൾക്കാരുടെ ആ മനസ്സിലെ ആ സാങ്കല്പികമായിട്ട് എഴുതിയുണ്ടാക്കിയ കഥകൾ. പക്ഷെ അത് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇന്നത്തെ ഇപ്പോൾ പിള്ളേരൊക്കെ വായിക്കുവാണെങ്കിൽ ഇതൊക്കെ അവർക്കതേക്കുറിച്ച് ഒരു സാങ്കല്പിക കഥ എന്നുള്ള ആ ഇതിലെടുക്കാതെ വെറുതെ അത് തള്ളിക്കളയുള്ളൂ. അപ്പം എങ്കിൽ പോലും ഈ നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത് ഒരു അമൂല്യമായിട്ടുള്ളൊരു കൃതിയാണത്. അത് മുഴുവൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിൽ അറിയാനുണ്ട്. ഇനിയിപ്പം ഇത് കഴിയുമ്പം നളൻ ഈ കലിയുടെ ആ ഇതുകൊണ്ട് പുള്ളിയുടെ രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട്, ദമയന്തിയെപ്പോലും നഷ്ടപ്പെട്ട് വനവാസത്തിന് പോവുകയും പിന്നെ അങ്ങനെ വേറെ ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിൽ പാചകക്കാരനാവുകയും ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഋതുപർണൻ്റെ കുതിരക്കാരനാവുകയും അങ്ങനെ ഒത്തിരി കഥകൾ ഇതിനകത്തുണ്ട്. അപ്പം കുറേയൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. അപ്പം
നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഒരു കമൻ്റ് അയയ്ക്കുക. അപ്പം ഇതിൻ്റെ ബാക്കി കഥകളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഇതിനകത്ത് തെറ്റുകളൊക്കെ കാണും കേട്ടോ. തെറ്റുള്ളതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഒത്തിരി അറിവുള്ള ആളൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.